ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ സാക്ഷിമൊഴി ഇല്ലെങ്കിലും ആ ലോക്കപ്പിൽ കിടക്കുന്നവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്ന് എസ് ഐ പറയുമ്പോൾ അത് പോലീസിൻ്റെ മർദ്ദനത്തിലൂടെ നിങ്ങൾ അവന്മാരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചതല്ലേ എന്ന് വക്കീൽ പറയുന്നതും അതൊക്കെ നിങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ മതി. ഇതുവരെ മീഡിയാസിന് ഈ വാർത്ത കിട്ടിയിട്ടില്ല, പക്ഷെ നാളത്തോടെ എല്ലാവരും അറിയുന്ന എസ് ഐ പറയുമ്പോൾ അതൊന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നതും സ്വന്തം മകൻ്റെ ധീരകൃത്യങ്ങൾ എല്ലാവരും അറിയട്ടെ എന്ന് പറയുന്നുണ്ട് എസ് ഐ. അന്നത്തെ അപകടത്തിന് സാക്ഷിയായ മഹാലക്ഷ്മിയെ പൊന്നുപോലെ വളർത്തിയത് എൻ്റെ മകൻ പ്രതാപനാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയണ്ട, മാർക്കോ പറഞ്ഞിട്ട് പലതും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ലോക്കപ്പിൽ കിടക്കുന്നവന്മാർക്ക് നല്ലത് കൊടുക്കുന്നതെന്നും എസ് ഐ പറയുന്നുണ്ട്. ഇവരുടെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ സാറ് പോലും കോടതിയിൽ ഇവർക്ക് വേണ്ടി ഹാജരാകില്ല എന്നും എസ് ഐ പറയുന്നുണ്ട്. നിങ്ങൾ പൊന്നുപോലെ വളർത്തിയത് ആ പാവം കുട്ടിയല്ല, നിങ്ങളുടെ കൊച്ചുമോളായ ഇവളെ വളർത്തി നാശാക്കി കളഞ്ഞു. കണ്ണൻ സാർ ഒരു പരാതി തന്നു കഴിഞ്ഞാൽ ഇവള് പിന്നെ പുറം ലോകം കാണില്ല. പെണ്ണ് എന്ന വർഗത്തിന് തന്നെ നീ അപമാനമായെന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ വിരട്ടുന്നുണ്ട് കേട്ടോ എസ് ഐ. തുടർന്ന് അവരെ കാണാനുള്ള പെർമിഷൻ വക്കീൽ ചോദിക്കുമ്പോൾ അതിന് സമ്മതിക്കുന്നുണ്ട് എസ് ഐ. നാളെ കോടതി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല എന്നും എസ് ഐ പറയുന്നുണ്ട് കേട്ടോ അവരോട്. അങ്ങനെ ലോക്കപ്പിൽ കിടക്കുന്ന പ്രതാപനെ കണ്ടിട്ട് മുത്തശ്ശിക്കും കരുണയ്ക്കും കണ്ണു നിറഞ്ഞു പോകുന്നുണ്ട്. ഉറങ്ങുകയായിരുന്ന പ്രതാപനെ വാമൻ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്തായി, എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് പ്രതാപൻ വക്കീലിനോട് ചോദിക്കുമ്പോൾ ഇന്നിനിയിപ്പോൾ ഒന്നും നടക്കില്ല, നാളെ കോടതിയിൽ ജാമ്യം കിട്ടുമോ എന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. ഈ കേസ് ഇത്രയും കുഴപ്പം പിടിച്ചതാണെന്നെല്ലാം വക്കീൽ പറയുമ്പോൾ പൈസ കൂടുതൽ തരാം, എങ്ങനെയെങ്കിലും ജാമ്യം എടുത്ത് തരണമെന്ന് വാമൻ പറയുമ്പോൾ പൈസ തന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വക്കീൽ പറയുന്നു. തുടർന്ന് നീ എന്തിനാ അവളെ സ്റ്റെപ്പിൽ നിന്നും തള്ളി താഴെയിട്ടത്, അതല്ലേ കണ്ണനെ ഇപ്പോൾ ചൊടിപ്പിച്ചതെന്ന് പ്രതാപൻ പറയുമ്പോൾ എത്ര കാലം ഇങ്ങനെ സഹിച്ചു നിൽക്കാൻ പറ്റും എന്ന് കരുണ പറയുന്നതും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ ചോദിച്ച പൈസ തരാമെന്ന് വാമനും പറയുമ്പോൾ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സഹനത്തിൻ്റെ പരിധി വിട്ടപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കരയുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനും ഇവനും കേസ് പറഞ്ഞു മടുക്കുമെന്ന് വാമനും പറയുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, വക്കീൽ പറയുന്നുണ്ട് ആ സംഭവത്തിന് തെളിവില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ തെളിവല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അവൾ എല്ലാത്തിനും സാക്ഷിയാണെന്ന് വാമൻ പറയുമ്പോൾ അവൾക്ക് പക്ഷേ ഇപ്പോൾ കോടതിയിൽ വരാനോ മൊഴി കൊടുക്കാനോ പറ്റില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്തിനാ മൊഴി കൊടുക്കാൻ വരുന്നത്, പോലീസുകാർ ഇപ്പോൾ തന്നെ അവളുടെ മൊഴി എടുത്തു കാണും, അത് അവരുടെ വക്കീൽ കോടതിയിൽ പറയുമെന്നും പ്രതാപൻ പറയുന്നുണ്ട്. കണ്ണനും അനന്തവും തന്നെയായിരിക്കും കോടതിയിൽ ഹാജരാകാൻ പോകുന്നതെന്ന് കരുണ പറയുമ്പോൾ അതാണ് പേടിക്കേണ്ടത്, രണ്ടിനും നല്ല കാഞ്ഞ ബുദ്ധിയാണ്, പ്രത്യേകിച്ച് കണ്ണനെ എന്ന് പറയുന്നുണ്ട് വാമൻ. അവർക്കാണെങ്കിൽ കേസ് വാദിക്കാൻ പ്രത്യേകിച്ചൊരു വക്കീലിൻ്റെയും ആവശ്യമില്ല, നമ്മുടെ കാര്യം അതല്ല, ഇനി ഈ കേസ് ഏത് കാലത്ത് തീരാനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പരിതപിക്കുന്നു. ഇതുവരെ ഈ വാർത്ത പത്രത്തിലോ ടി വിയിലോ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ദുർഗയും ഉണ്ണിയും അറിഞ്ഞു കാണുമോ എന്ന് പേടിക്കണ്ട എന്ന് മുത്തശ്ശി പറയുമ്പോൾ നാളെ എല്ലാവരും എല്ലാം അറിഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് വാമൻ. അതോടുകൂടി മോളുടെ ഭാവി തീരുമെന്ന് പ്രതാപനും പറയുന്നു. തുടർന്ന് ഉണ്ണി വീട്ടിൽ വന്നിരുന്നു എന്നും അവൻ്റെ അച്ഛൻ്റെ കൊലയാളി നീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ ഈ ബന്ധം ഉപേക്ഷിക്കുമെന്ന് മോൾക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് മോൾ ചൂടായിട്ടാണ് അവനോട് പെരുമാറിയത്. തുടർന്ന് മോൾക്ക് തളർച്ച ഉണ്ടായി എന്നും മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോൾ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ടെൻഷനോടെ പ്രതാപൻ ചോദിക്കുമ്പോൾ നീ കരുതുന്നത് പോലെയുള്ള കുഴപ്പമൊന്നുമല്ല എന്നും മോള് വീണ്ടും അമ്മയാകാൻ പോകുകയാണെന്നുള്ള ഒരു സന്തോഷ വാർത്ത മുത്തശ്ശി പ്രതാപനെ അറിയിക്കുന്നു. മഹാലക്ഷ്മിയെ നോക്കുന്ന ഡോക്ടറെ തന്നെയാണ് കരുണമോളെയും കാണിച്ചതെന്നും അവിടെ ആ സമയത്ത് മോഹിനിയും മഞ്ജുവും ഉണ്ടായിരുന്നു, മഞ്ജു മോളെ തല്ലാതിരുന്നത് ഭാഗ്യം, പുറത്തിറങ്ങിയ ഉടനെ കണ്ണനെയും കണ്ടു എന്ന് പറയുമ്പോൾ അവൻ്റെ കാല് പിടിച്ച് കരയാമായിരുന്നില്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അതൊക്കെ ചെയ്തു, പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല, നിങ്ങളെ രണ്ടുപേരെയും ജയിലിൽ കയറ്റി ശിക്ഷിക്കുമെന്ന് തന്നെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഇത് കേൾക്കുന്ന കരുണ ഇനി എന്ത് ചെയ്യുന്ന അറിയില്ല, ആ കുഞ്ഞ് ജനിക്കണമെന്ന് പോലും എനിക്കില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഇവൾക്കൊക്കെ എന്തിനാ കുഞ്ഞ് എന്ന് വാമൻ പറയുന്നതും നീ മിണ്ടിപ്പോകരുത്, മിണ്ടിയാൽ നിൻ്റെ കഴുത്ത് ഞാൻ പിടിച്ചു നിൽക്കും, നീ ഒറ്റ ഒരുത്തനാണ് ഇതെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വാമന് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മുത്തശ്ശി. അന്ന് നീ ഇവൻ്റെ കൈയും കാലും ഒക്കെ കൂട്ടിക്കെട്ടി ഡോക്ടറുടെ അടുത്ത് പോയില്ലായിരുന്നെങ്കിൽ ഈ സംഭവം നേരത്തെ എല്ലാവരും അറിയുമായിരുന്നു എന്നും മുത്തശ്ശി പറയുന്നുണ്ട്. നമ്മുടെ വക്കീൽ നല്ല വക്കീലാണ്, പക്ഷേ അയാളുടെ കയ്യിൽ ഈ കേസ് നിൽക്കുമോ എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ.
ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കേസിൽ നിന്നും നമുക്ക് പോരാമെന്ന് വാമൻ ഈ സമയം പറയുന്നുണ്ട്. എങ്കിലും ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ. വന്നപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു വന്നു. അതിനിടയ്ക്ക് മോൾക്ക് ഇപ്പോൾ വിശേഷമുണ്ടായി. ഈ സമയത്ത് മോൾ ഒരുപാട് സന്തോഷിക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ണീരും കയ്യുമായിട്ട് നിൽക്കുകയാണ് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, ഒന്നും നിയന്ത്രിക്കാമായിരുന്നില്ലേ മോളെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണ വീണ്ടും കരയുന്നുണ്ട്. നാളെ കോടതിയിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. തുടർന്ന് ആ എസ് ഐ വന്ന് മോനെ ഒരുപാട് ഉപദ്രവിച്ചോ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ, എസ് ഐ മാത്രമല്ല പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പെരുമാറാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കോടതിയിൽ എത്തിയാൽ മതിയെന്ന് പറഞ്ഞു നിൽക്കുക ഞങ്ങൾ. ജയിലിലേക്ക് പോയാലും വേണ്ടില്ല, ഇതുപോലെ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട് വാമൻ. തുടർന്ന് നീ ഇനി പുറത്തു വന്നാലും പേടിക്കണം, പോലീസുകാരേക്കാൾ ഭയപ്പെടേണ്ട 1-2 പേര് പുറത്തുണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, ആ മാർക്കോയുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ പുറത്തേക്ക് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിപ്പോവാണ്. അകത്ത് കിടക്കുന്നതാണ് അതിനേക്കാൾ ഭേദം. എന്തായാലും ഞാൻ ആ വക്കീലിനെ ഒന്ന് കാണട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പോകുന്നു. പിന്നീട് കരുണയോടായിട്ട് പ്രതാപൻ പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, മോൾ ആരോഗ്യം ശ്രദ്ധിക്കണം, കുഞ്ഞ് കളയുന്നതിനെ പറ്റിയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. മോൾ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മോളോട് ക്ഷമിക്കും. ഉണ്ണി ഇതറിഞ്ഞു കഴിഞ്ഞാൽ മോളെ തിരിച്ചു വിളിക്കുന്നെല്ലാം കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് എന്തെങ്കിലും രക്ഷയുണ്ടോ വക്കീലെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, ഇതൊരു കുഴപ്പം പിടിച്ച കേസാണെന്നും ശക്തമായിട്ടുള്ള സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ കേസ് നമുക്ക് അനുകൂലമാക്കി എടുക്കാം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്നെല്ലാം വക്കീൽ പറയുമ്പോൾ, ഇനിയിപ്പോൾ സാക്ഷികളെ എവിടെ നിന്ന് കൊണ്ടുവരാനാണെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അതൊന്നും എനിക്കറിയില്ല. വാമദേവൻ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കാര്യം മൂന്നാമതൊരാൾക്ക് അറിയില്ല. അതുകൊണ്ട് കോടതി വാമനും പ്രതാപനും പറയുന്നത് മുഖവിലക്കിടയ്ക്കും. വാമന് കാര്യങ്ങൾ കുറച്ച് നിസ്സാരമായിരിക്കും, എന്നാൽ പ്രതാപൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സ്ഥിതി. അന്ന് വിശ്വനാഥനെ ദേഹത്തേക്ക് ലോറി ഇടിച്ച് കയറ്റിയത് പ്രതാപനാണ്. അതിന് മഹാലക്ഷ്മി സാക്ഷിയാണ്. അന്ന് പക്ഷേ അയാൾ വണ്ടി നിർത്തി ഇറങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ വണ്ടി ഓടിച്ചു പോയി, അതൊരു ക്രിമിനൽ കുറ്റമാണ് എന്നെല്ലാം വക്കീൽ പറയുമ്പോൾ, വലിയ ശിക്ഷ കിട്ടുമോ എന്ന് കരുണ ചോദിക്കുന്നതും, അതൊന്നും പറയാൻ പറ്റില്ല, കൊലപാതകമാണെന്ന് തെളിഞ്ഞാലും കോടതിയിൽ നിന്നും എങ്ങനെയെങ്കിലും ജാമ്യം എടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ വക്കീൽ. അത് മതി, എങ്ങനെയെങ്കിലും നാളെ ഒന്ന് പുറത്തിറങ്ങിയാൽ കിട്ടിയാൽ മതി. പുറത്തിറങ്ങിക്കഴിഞ്ഞാലും പ്രതാപനും വാമനും ഭീഷണിയായിട്ട് 2 പേര് പുറത്തുണ്ട്, ആ മാർക്കോയും അവൻ്റെ കൂട്ടുകാരനും എന്ന് മുത്തശ്ശി പറയുമ്പോൾ, അവരെ എനിക്ക് നന്നായിട്ട് അറിയാം, അവരെ പേടിക്കാത്ത ആരാ ഉള്ളത്. ഇനി ഞാൻ ഈ കേസ് ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ നേർക്ക് അവർ വരൂ എന്നെല്ലാം വക്കീൽ ചോദിക്കുമ്പോൾ, അങ്ങനെ പറഞ്ഞു ഒഴിയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അവർ നല്ലവർക്കൊരു ഭീഷണിയല്ല, എങ്കിലും ഒന്ന് പൊട്ടിക്കണമെന്ന് ആരുടെയെങ്കിലും നേരെ ഒന്ന് പൊട്ടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവർ കൊടുത്തിരിക്കുമെന്ന് പറയുന്നുണ്ട് വക്കീൽ. തുടർന്ന് നാളെ കോടതിയിൽ പൈസ കെട്ടിവെക്കണമെന്നും കുറേ നാളത്തേക്ക് ഈ കേസിൻ്റെ പുറകെ നടക്കേണ്ടി വരും, അതുകൊണ്ട് ഒരുപാട് പൈസ ചിലവാകും, പൈസ കരുതി വയ്ക്കണമെന്നെല്ലാം വക്കീൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ശേഷം മോഹിനി അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നീ അമ്മയാകാൻ പോകുന്നു എന്ന് മോഹിനി അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിൻ്റെ അമ്മ കണ്ണന് വേണ്ടി നിനക്ക് വേണ്ടി വാദിക്കുമായിരിക്കുമല്ലേ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നും, മഹാലക്ഷ്മിയെ തള്ളിയിട്ടതിന് അവരെൻ്റെ കരണത്തടിച്ചതാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരെന്നെ തല്ലുന്നതെന്ന് പറയുന്നുണ്ട് കരുണ. എന്നാലും നീ അവളുടെ വയറ്റിലല്ലേ പിറന്നത്, ആ ബോധം അവൾക്ക് കാണാതിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് ലേഖ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ മഹിയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണെന്നും ഡോക്ടർമാർക്ക് പോലും ഒരു ഉറപ്പും തരാൻ കഴിയുന്നില്ല, മഞ്ജു കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ അർച്ചനയും വഴിപാടും ഒക്കെ നടത്താനെന്ന് പറയുന്നുണ്ട് ലേഖ. ഇന്ന് ഏതായാലും പകല് ഞാനും കണ്ണനും ഹോസ്പിറ്റലിൽ കാണില്ല, ഇന്ന് രാത്രി ഞങ്ങൾക്ക് പകലാക്കിയേ പറ്റൂ. കണ്ണനും ഞാനും വാശിയോടെയാണ് പ്രതാപൻ്റെയും വാമൻ്റെയും കേസ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അനന്തു പറയുന്നുണ്ട്. അവന്മാർക്ക് ഒരു കാലത്തും ജാമ്യം കിട്ടാൻ പാടില്ല. പോലീസുകാരോട് അവന്മാർ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ ഇനി ജാമ്യം കിട്ടില്ലല്ലോ എന്നെല്ലാം ലേഖ ചോദിക്കുമ്പോൾ, പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയാലും കോടതിയിൽ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ജാമ്യം അനുവദിക്കും. കണ്ണന് അവൻ്റെ അച്ഛനോടുള്ള സ്നേഹം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അവനിത് വെറും ഒരു കേസല്ല, അവൻ്റെ അച്ഛൻ്റെ ജീവന് വേണ്ടിയിട്ട് നിയമം അനുശാസിക്കുന്ന ശിക്ഷ തന്നെ അവന്മാർക്ക് വാങ്ങിക്കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. അപ്പോൾ വയറ്റിൽ 8 മാസം
മായ കുഞ്ഞിനെയും ചുമന്ന് നടന്ന മഹാലക്ഷ്മിയെയാണ് കരുണ തള്ളി താഴെയിട്ടത്. അതിനവൾക്കും അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അവളും കേസ് നടത്തി അവളുടെ അച്ഛൻ മുടിയണം. കുറേ പൈസ അയാൾക്ക് കൊടുക്കേണ്ടി വരും എന്നൊക്കെയല്ലേ അനന്തേട്ടൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ, കോടികൾ കൊടുക്കേണ്ടി വരും എന്ന് അനന്ത് പറയുന്നതും കൊടുക്കട്ടെ, രണ്ടിൻ്റെയും മുഴുവൻ സമ്പാദ്യവും അങ്ങനെ തീരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. തുടർന്ന് ഈ കേസ് ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടായത് കണ്ണൻ്റെ അച്ഛൻ കാരനാണ്. പ്രതാപൻ്റെ സമനില തെറ്റിയ സമയം മുതൽ അയാളുടെ നാശം തുടങ്ങി. ഇനി അത് പൂർണ്ണമാകാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ അനന്തു. പിന്നീട് വയറ്റിലുള്ള കുഞ്ഞിനെ കളഞ്ഞാലോ എന്നാണ് താൻ ആലോചിക്കുന്നതെന്നെല്ലാം കരുണ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് മുത്തശ്ശി. ഉണ്ണിയേട്ടൻ്റെ അമ്മയ്ക്കും ഉണ്ണിയേട്ടനൊന്നും ഇതുവരെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇനി അവരത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം തിരക്കും എല്ലാം അവർക്ക് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ, മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ള സ്ഥിതിക്ക് അവർ ചിലപ്പോൾ ഈ ബന്ധം ഒഴിയില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അക്കാര്യത്തിലൊന്നും എനിക്ക് ഉറപ്പില്ല എന്നും എൻ്റെ ഭർത്താവിന് സ്വന്തം കുഞ്ഞിനേക്കാൾ സ്നേഹം പണത്തിനോടാണ്. ഇനി പ്രസവം വരെ ഹോസ്പിറ്റലിൽ പോകും. അതല്ലാതെ ഒരുപാട് ചിലവുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അതൊന്നും ഏറ്റെടുക്കാനുള്ള കഴിവും പ്രാപ്തിയൊന്നും അയാൾക്കില്ല. അതിനുവേണ്ടി കാശ് പോലും അയാൾ ചിലവാക്കില്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ, എങ്ങനെ ഒരാളെയാണല്ലോ മോൾക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. അവൻ ഇനി മോളെ ബന്ധം ഒഴിഞ്ഞാലും ശരി, മോൾ ഈ കുഞ്ഞിനെ കളയരുത് എന്നെല്ലാം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് അച്ഛനില്ലാത്ത കുഞ്ഞിനെ എനിക്ക് വളർത്തേണ്ടി വരുമോ മുത്തശ്ശി എന്ന് കരുണ ചോദിക്കുമ്പോൾ, 10 കാശ് കാണിച്ചു കഴിഞ്ഞാൽ കണ്ണും മളിഞ്ഞളിച്ച് മോളുടെ പിന്നാലെ അവൻ വരുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ, എന്തായാലും കേസ് തീരുന്നത് വരെ ഒരുപാട് പൈസയുടെ ചിലവുണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം തീർന്നു പോവില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ആശങ്കപ്പെടുമ്പോൾ, മോളുടെ അച്ഛൻ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടും സ്വർണ്ണമൊക്കെ ഉണ്ട്. അതൊക്കെ വിറ്റാൽ തന്നെ കേസ് നടത്താനുള്ള കാശ് കിട്ടും. മോൾക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഇല്ലാതെ മുത്തശ്ശി നോക്കിക്കോളാം എന്നെല്ലാം പറയുമ്പോൾ, നാളെ പത്രത്തിലൊക്കെ ഈ വാർത്ത വരില്ലേ എന്ന് കരുണ വീണ്ടും ചോദിക്കുമ്പോൾ, ലോറി അപകടത്തിൽ കണ്ണൻ്റെ അച്ഛനാണ് കൊല്ലപ്പെട്ടത് എന്ന് തന്നെയാണ് വരാൻ സാധ്യത. അതുകൊണ്ട് എല്ലാവരും നാളെ അറിയുന്നു മുത്തശ്ശി പറയുമ്പോൾ, അപ്പോൾ കണ്ണൻ ഉണ്ണിയേട്ടനോട് ഈ വിവരം പറഞ്ഞില്ലെങ്കിലും ശരി, നാളത്തോടെ എല്ലാവരും അറിയും അല്ലേ മുത്തശ്ശി എന്ന് കരുണ ചോദിക്കുന്നതും, അങ്ങനെ ഒരു കാര്യം ഇനിയിപ്പോൾ എല്ലാവരും അറിയട്ടെ, മോൾക്കും ഒരു ഇതിൽ നിന്നൊരു മോചനമാവാലോ, അടിമപ്പണി ചെയ്യാനായിട്ട് മോളെ ആരും നിർബന്ധിക്കില്ലല്ലോ എന്നെല്ലാം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കരുണയോട്. തുടർന്ന് ഇപ്പോൾ അതല്ല നമ്മൾ പേടിക്കേണ്ടത്, ലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ണൻ മോളേക്കും ശിക്ഷ വിധിക്കും, മോളെയും ജയിലിലടയ്ക്കുമെന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ, മാത്രമല്ല അവളുടെ കുഞ്ഞ് പോകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ കാര്യം എന്തായെന്നൊന്നും അറിയില്ലല്ലോ മുത്തശ്ശി എന്ന് കരുണ വീണ്ടും ചോദിക്കുമ്പോൾ, ശക്തമായിട്ടല്ലേ അവൾ വീണിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും ആ കുഞ്ഞ് ഇനി ജീവിച്ചിരിക്കാൻ പോണില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണൻ പ്രതാപനെ കുരുക്കിയത് എന്നും മുത്തശ്ശി പറയുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്